ലോകമാതാവ് ശ്രീ മുച്ചിലൂർ നമ്പികയുടെ തിരുമുടി കൈലാസമുഖേന ഉയരുന്ന ശുഭമുഹൂർത്തമിത സ്വാഗതമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തരെയും ക്ഷേത്രസ്ഥലയിലെ കാതലോട് സ്വാഗതം ചെയ്യുന്നതും ഉള്ളിക്കരകളുമായി കലാപരക്രിയാകുന്ന ജീവിതത്തോരുമില്ലേ. തിരുമുടി നിവരൽ. അച്ഛന്മാരും കാരണവന്മാരും ഭക്തജനങ്ങളും കൈലാസത്തറയ്ക്കു ചുറ്റും നിറഞ്ഞു നിന്നു. കോലധാരിയുടെ ശിരസിലേക്ക് തിരുമുടി ഒരലങ്കാരമായി ചാർത്തപ്പെടുകയായി. അരൂപിയായി വാൽക്കണ്ണാടിയിൽ സങ്കൽപ്പിച്ച ഭഗവതിയുടെ സാന്നിധ്യം കോലധാരിയിലേക്ക് പകർന്നൊഴുകുകയായി. അന്തിത്തിരിയനിൽ നിന്നും അരിവാങ്ങി തൊഴുതുവന്ദിച്ചു ലോകത്തിന്റെ അന്ധതയ്ക്ക് അറുതി നൽകാൻ ദീപിതക്കോൽ കൈക്കൊണ്ടു. ദേവിയുടെ മംഗല്യം വിധിയുടെ അലംഘനീയമായ നിയോഗം പോലെ മുടങ്ങുകയായി. ദേവി നിത്യകന്യകയായി, ലോകത്തിന് സ്നേഹമാതാവായി, അടുത്തണയുവോർക്ക് തുണയായി, ആധിയകറ്റുന്ന ദേവസ്പർശമായി തിരുവരങ്ങിലേക്ക്. ശ്രീ മുച്ചിലൂട്ട് ഭഗവതി. പാടിപ്പതിഞ്ഞ പഴം കഥകളിൽ, നേരും നെറിയുമില്ലാത്ത ബ്രാഹ്മണ്യത്തിന്റെ അകത്തളങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീത്വത്തിന്റെ കണ്ണീരുകളാണ് തളം കെട്ടി നിൽക്കുന്നത്. അറിവ് പുരുഷന് മാത്രമായി പ്രമാണം ചെയ്ത വരേണ്യവർഗം ഒരു വിദുഷിയുടെ വാക്കിനുമേൽ വ്യഭിചാരക്കുറ്റം ചുമത്തി പടിയടച്ച് പിണ്ടം വച്ചു. സത്യം വിളിച്ചു പറഞ്ഞതൊരു പെണ്ണാവുകയും പെണ്ണ് അറിവിൽ പോലും ആണിനേക്കാൾ വളരുന്നതും അവർക്ക് സഹിക്കാവുന്നതിലും പൊറുക്കാവുന്നതിലും അപ്പുറവുമായിരുന്നു. മനം മടുത്ത്, ജീവിതം മടുത്ത് ആ കന്യക ആത്മാഹുതിക്ക് ശ്രമിച്ചു. രൈരമംഗലത്തമ്പലത്തിനടുത്താണ് അവൾ അഗ്നികുണ്ഡമൊരുക്കിയത്. എണ്ണയുമായി അതുവഴി വന്ന മുച്ചിലൂടനോടും കൊട്ടത്തേങ്ങയുമായി വന്ന തീയനോടും സഹായം അഭ്യർത്ഥിച്ചപ്പോൾ മരണത്തിനാണെങ്കിലും തുണയായി നിന്നത് മുച്ചിലൂടൻ പടനായരായിരുന്നു. നേരിനു വേണ്ടി പ്രാണൻ ഹോമിച്ച കന്യകയെ ദൈവം കയ്യേറ്റു. അവൾ ദൈവക്കരുവായി ഭൂമിയിലേക്ക് ആവാഹിക്കപ്പെട്ടു. നെറികെട്ട കാലത്തിനും അവസ്ഥയ്ക്കുമെതിരെ മുച്ചിലൂട്ട് ഭഗവതിയുടെ സാന്നിധ്യം ഒരു ചോദ്യചിഹ്നമാണ്. കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ ചെന്ന പടനായരുടെ ഭാര്യ കിണറ്റിൽ ഒരു ദിവ്യരൂപം കണ്ടമ്പരുന്നു. പരിഭ്രമിച്ചകത്തേക്ക് വന്നപ്പോൾ പടിഞ്ഞാറ്റയിൽ വെച്ച ശൂന്യമായിരുന്ന തുത്തിക നിറഞ്ഞു തുള്ളുന്നതും കണ്ടു. പടനായർക്കാണെങ്കിൽ കരിമ്പനയിൽ ദിവ്യസാന്നിധ്യം അനുഭവപ്പെടുകയും ചെയ്തു. പ്രശ്നചിന്തയുടെ തെളിവെളിച്ചത്തിൽ ദേഹത്യാഗം ചെയ്ത കന്യകയുടെ തിരുസാന്നിധ്യം നിറഞ്ഞു നിന്നു. ദേവത മുച്ചിലോടന്റെ മണിക്കിണറിലും വെള്ളിയനെന്ന കരിമ്പനയിലും യോഗം ചെയ്തത് തെളിഞ്ഞു കണ്ടു. നാമം ചോദിച്ച മുച്ചിലോടൻ പടനായരോട് ദേവി പ്രവചിച്ചു, നീ ഒരു മുച്ചിലോടൻ ആയതിനാൽ ഞാൻ മുച്ചിലോട്ട് ഭഗവതി.
കാലം ഈ കന്യകയെ ഏറ്റുവാങ്ങി. അന്നപൂർണേശ്വരിയായി, ഇഷ്ടവരദായിനിയായി, ദുഷ്ടനിഗ്രഹകയായി. അമ്മയുടെ കനിവ് കാംക്ഷിച്ച് ആയിരങ്ങൾ തിരുസന്നിധികൾ നനഞ്ഞ മിഴികളും കൂപ്പുകൈകളുമായി നിറഞ്ഞു നിൽക്കുന്നു. തിരുമുടിയിൽ നിന്നും ദേവനൃത്തവേദിയിൽ പൊഴിഞ്ഞു വീഴുന്ന പുഷ്പദലങ്ങൾ അവർ കയ്യേൽക്കുന്നു. അമ്മയുടെ സാന്നിധ്യം തന്നെ അനുഗ്രഹമായി അവർ അനുഭവിച്ചറിയുന്നു.